ശനി ദശാകാലത്തിൻ്റെ ബാക്കി ഭാഗം. ശനി ദശാകാലത്തിൽ പല വിധത്തിലുള്ള മരണവും മരണത്തിനോട് തുല്യമായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാകും. പ്രത്യേകിച്ച് കാലിന് പരുക്ക്, വാദം, വായു മുതലായ അസുഖങ്ങളും ഉണ്ടാകും. വാദശൂരാമയം ചോരതർപ്പണേഭ്യോ ഭയം ശനി ഗുരുതേ മരണാൽ ഭീതി ദുഗ്രകാണഞ്ച പീഡനം. ഇതിനെ 16 വിധത്തിലുള്ള സംഭവങ്ങളായിട്ട് മാറുന്നതാണ്. വാദത്തിൻ്റെ വായുവിൻ്റെ അസുഖങ്ങൾ, വാദം എന്നത് തന്നെയല്ല ബാധ എന്നതും കൂടെ അതിനകത്ത് പറയേണ്ടതായിട്ട് വരും. ചോരൻ, കള്ളൻ, കളിപ്പിച്ചു കൊണ്ടുപോവുക മുതലായ സംഭവങ്ങൾ, മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുക മുതലായ സംഗതികൾ ചെയ്യാൻ പാടുള്ളതല്ല. വില പിടിച്ച സാധനങ്ങൾ വളരെ സൂക്ഷിക്കുക. എഗ്രിമെൻ്റ് ഇല്ലാത്ത കാര്യങ്ങൾക്കകത്ത് ഇടപെടാതിരിക്കുക. ഭയത്തോടു കൂടിയ ജീവിതമായിരിക്കും. നാൽക്കാലി മൃഗങ്ങൾ, കൃഷി മുതലായവ നശിച്ചു പോവുകയും ചെയ്യും. ഉറക്കത്തിൽ ഞെട്ടൽ, ദുസ്വപ്നം കാണുക മുതലായവയും ശനിയുടെ ഒരു പ്രത്യേകതയായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഭയപ്പെടുത്തുന്ന ഭയാനകമായ ദുസ്വപ്നങ്ങളും വരാം. എപ്പോഴും തട്ട്, മുട്ട്, പരുക്ക് മുതലായവയും ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്വജനങ്ങളുമായിട്ട് എല്ലായ്പ്പോഴും ശത്രുതാ മനോഭാവവും പുലർത്തുന്നതായിരിക്കും. മരണാൽ ഭീതിയും ദുഗ്രകാണഞ്ച പീഡനം. അടിവഴക്ക്, കലഹം, പോലീസ് കേസ്, രാജചോരഭയം എന്നാണ് പറയുന്നത്. പോലീസ് കേസ്, കോടതി കേസ്, പെറ്റി കേസേലും വന്നേ മതിയാവുള്ളൂ എന്നത് കൂടെയാണ്. 19 വർഷമാണ് ശനിയുടെ കാലാവധിയും ഇരിക്കുന്നത്. ഇതിന് പ്രതിവിധിയായാണ് നമ്മൾ നീരാഞ്ജനം നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ ശനീശ്വര പ്രതിഷ്ഠകൾ കുറവായതുകൊണ്ടാണ് നീരാഞ്ജനം നടത്തുന്നത്. ഈ നീരാഞ്ജനം നടത്തുമ്പോൾ തന്നെ ശനീശ്വരനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ ആഞ്ജനേയനെ ഭജിക്കുന്നതും വിഘ്നേശ്വരനെ ഭജിക്കുന്നതും നല്ലത് തന്നെയാണ്. ശനിയാഴ്ച ദിവസം ആഞ്ജനേയനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ആഞ്ജനേയനെ ശനി തന്നെ നേരിട്ട് വരം കൊടുത്തിരിക്കുന്നതാണ്. ആഞ്ജനേയനെ ഒരു വിധത്തിലും ഹനുമാനെ ശനിക്ക് പ്രാപിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ വരം കൊടുത്തതാണ്. 3 ശനിയാഴ്ച നിന്നെ ആര് പൂജിക്കുന്നുവോ അവരിൽ ഞാൻ ബാധിക്കുന്നതല്ല എന്ന്. പക്ഷേ അതൊരു പാസ്വേഡ് പോലെയാണ്, ഇൻ്റർലോക്ക് പോലെയാണ്. അപ്പം ഇത് ഹനുമാനോട് എങ്ങനെ പ്രാർത്ഥിച്ചാലും ആഞ്ജനേയൻ ഒരു കാരണവശാലും പ്രാർത്ഥന ആരുടെയും കേൾക്കാറില്ല. എല്ലായ്പ്പോഴും അദ്ദേഹം ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹനുമാൻ അതിൽ മുഴുകി ധ്യാനത്തിലിരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ ഒരാളൊരു സംഗീതം പാടുമ്പോൾ അതിനിടയ്ക്ക് കയറി നമ്മൾ താളം തെറ്റിച്ച് ചെല്ലുകയാണെങ്കിൽ അയാളുടെ താളം പോവും, പാട്ടും നിന്നു പോവും. അപ്പോൾ നമ്മൾ ഹരേ രാമ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന രീതിയിൽ തെറ്റിച്ച് ചെല്ലണം ശരിയായിട്ട് വന്നിട്ട്. അപ്പോഴദ്ദേഹം കണ്ണു തുറന്ന് നമ്മളെ ഭഗവാൻ നോക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ അത് പറയുക ഉണ്ടത്. അത് തെറ്റിച്ച് ചെല്ലിയതിന് ശേഷം അതേ രീതിയിൽ തന്നെ ലയനത്തിലേക്ക് ഒരേ രീതിയിൽ തന്നെ ലയിപ്പിച്ച് ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ചൊല്ലി ഭഗവാനെ അങ്ങ് ലയിപ്പിച്ച് വിടുക. പക്ഷേ എങ്ങനെയൊക്കെ എന്തൊക്കെ കൊടുത്താലും ആഞ്ജനേയന് തൃപ്തിയാകുകയില്ല. അങ്ങനെയും കൂടി ഒരു കുഴപ്പമുണ്ട്. അപ്പം ഭഗവാൻ അങ്ങനെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താലും തൃപ്തിയാകില്ല. സീതാദേവി ഭക്ഷണം കൊടുത്തിട്ട് മതിയാകാതെ വന്നപ്പോൾ അവസാനം അതിലേക്ക് 2 തുളസിയില ഇഴച്ച് ഇട്ടിട്ട് കൊടുത്തു. അപ്പോഴാഞ്ജനേയൻ തൃപ്തിയായി. അപ്പോൾ എന്ത് കൊടുത്താലും നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിലൊരു തുളസിയില ഭഗവാന് സമർപ്പിക്കുകയും കൂടെ ചെയ്തെങ്കിൽ ഭഗവാൻ അതിൽ നിന്ന് പരിപൂർണമായ തൃപ്തിയാകത്തുള്ളൂ. അങ്ങനെയും കൂടെ ഉണ്ട്. ഹനുമാന് വടമാല എന്ന് പറയുന്നത് വട കൊണ്ടുള്ള മാലയല്ല, വടവൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ടുള്ള കൂമ്പുകൾ കൊണ്ടുള്ള മാലയാണ് ചെയ്യേണ്ടത്. വടവൃക്ഷം എന്ന് പറയുന്നത് പേരാലാണ്. അമ്പലത്തിൽ നിൽക്കുന്ന സാധാരണ അരയാലാണ്, അതല്ലാത്ത പേരാലാണ് ശരിക്കും വടവൃക്ഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വെറ്റിലമാല, തുളസിമാലയൊക്കെ ഭഗവാന് വല്ല പ്രാധാന്യമാണ്. അപ്പം ഈ ശനിയാഴ്ച ദിവസം ഹനുമാനെ പ്രാർത്ഥിക്കുക. ഇനി ഹനുമാനില്ലെങ്കിൽ വിളക്കത്താണെങ്കിലും 2 തുളസിയില വെച്ച് ഹരേരാമ ചൊല്ലി ആഞ്ജനേയനെ ഓർക്കുന്നതും ശനിദോഷത്തിന് നല്ലതാണ്. ഗൃഹത്തിൽ തന്നെ എള്ളുതിരി കെട്ടി കത്തിച്ച് മനസ്സിൽ ശരണം വിളിച്ച് ആഞ്ജനേയനെയും
ശനീശ്വര ഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്കിൻ്റെ ഉള്ളിൽ സമർപ്പിക്കാവുന്നതാണ്. ശനിയാഴ്ച ദിവസം നോയമ്പെടുത്താൽ എങ്ങനെ എടുത്താലും മടങ്ങിപ്പോകും. അപ്പോൾ അത് മടങ്ങാൻ്റെ 3 എടുക്കുമ്പം നല്ല വ്യത്യാസം വരും. 5ഉം 6ഉം ഭയങ്കര പാടായിരിക്കും, 7ലേക്ക് കയറ്റത്തില്ല. 7 കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും നല്ല മാനസികമായ മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. പിന്നെ 10ഉം 11ഉം വളരെ ബുദ്ധിമുട്ടായിരിക്കും. 12ലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കരമായ എല്ലാ കാര്യത്തിലും അതിലും ഭയങ്കര വ്യത്യാസമായിട്ട് വരുന്ന കാണാം. പിന്നെ 18ഉം 19ഉം ആയിരിക്കും വിഷയങ്ങൾ, എങ്ങനെയും മടക്കിക്കളയും. 21 ഏറ്റവും നല്ലതായിട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും വ്യത്യാസം വന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പം 7ലും 12ലേക്കൊക്കെ കഴിവതും ആൾക്കാർക്ക് എടുക്കാൻ സാധിക്കുകയില്ല. ഇനി വെജിറ്റബിൾ ഭക്ഷണം കഴിക്കുക, 2 നേരം കുളിക്കുക എന്നുള്ളതാണ് ശനിയാഴ്ച നോയമ്പ്. ഒരു നേരം നിൽക്കാനൊന്നും സാധിക്കുകയില്ല, നിന്നാൽ അത് എടുപ്പിക്കുകയില്ല. എങ്ങനെയല്ലോ അത് മടക്കിക്കളയുക, എങ്ങനെ എടുത്താലും മടക്കിക്കളയും. അത് അല്ലെങ്കിൽ എടുത്ത് നോക്കുന്നവർക്കറിയാം, വലിയൊരു മല മറിച്ച് വെക്കുന്നത് പോലെയാണ് ഇത് സംഭവം. നമ്മളെക്കൊണ്ട് അധികം പൈസ മുടക്കൊന്നും ഇല്ലാത്ത സംഭവമാണെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യിക്കത്തില്ല. 10ഉം 12ഉം ഒക്കെ ഭയങ്കരമായിട്ടുള്ള, 12ലേക്കൊക്കെ സാധാരണക്കാർക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. വെജിറ്റബിൾ ഭക്ഷണം കഴിക്കുക, 2 നേരം കുളിക്കുക. ശനിയാഴ്ച എന്ന് പറയുന്നത് ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്ന സമയം വരെയാണ് ശനിയാഴ്ച ദിവസം. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത് നല്ല ഉറപ്പാകും എല്ലാ കാര്യത്തിലും. ഏഴരശനി, കണ്ടകശനി മുതലായിട്ടുള്ളവർക്കും, ശനിദോഷമുള്ളവർക്കും, ജന്മശനി മുതലായിട്ടുള്ളവർക്കുമൊക്കെ നല്ല സമയമാണ്, നല്ല ഒരു പരിഹാരമാണ്. ഇനി നമുക്ക് ഏഴരശനി, കണ്ടകശനി മുതലായ ഏത് രാശിക്കാർക്കാണെന്നുള്ളതും കൂടെ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം.